നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സുധീഷിന്റെ കള്ളത്തരങ്ങളൊക്കെ നിധി തിരിച്ചറിയുവാണ്. ഇത്രയും ദിവസം തന്നോട് പറഞ്ഞിരുന്നെല്ലാം വെറും കള്ളത്തരങ്ങൾ മാത്രമാണ്. കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ സുഭാഷിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതൊക്കെ ഓർത്തപ്പോൾ നിധിക്ക് സഹിച്ചില്ല. പിന്നീട് സുധീഷ് നിധിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് നല്ല ദേഷ്യമായി. നിധി തൻ്റെ ഭായി വന്ന ചീത്തയല്ല സുധീഷിനെ പറയാണ്. കാരണം വീട്ടിലേക്ക് പോകാൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിധിക്ക്. അങ്ങനെ നിധി തനിച്ചിരിക്കണ സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത് നിധിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നിധി സുധീഷിനോട് എന്നാലും ഞാൻ ഇത്രയ്ക്ക് നിങ്ങളിന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നൊക്കെ പറയണം. അപ്പോഴേക്കും സുധീഷോട് ഞാൻ എന്ത് ചതി ചെയ്തെന്നാ? ചേട്ടൻ്റെ കാര്യം അത് ശരി, ഞാൻ പറഞ്ഞ തെറ്റ് തന്നെയാണ്. അല്ല, ഞാൻ എല്ലാ സത്യങ്ങളും നിധിയോട് പറയണമെന്ന് എന്താ നിർബന്ധം ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയെ ദേഷ്യം പിടിപ്പിക്കണം. നിധി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം ഇത്ര ദിവസം നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിട്ട് എന്നിട്ട് ഇന്ന് വരെ ഒരു കാര്യത്തിലെങ്കിലും നേര് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ വേറെ ആരുടെയും കാര്യത്തിലെങ്കിലും കള്ളത്തരം പറഞ്ഞു. പക്ഷേങ്കിൽ എൻ്റെ കാര്യത്തിൽ കള്ളത്തരം പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടുമെന്നൊക്കെ നിങ്ങൾ വെറുതെ എന്നോട് പറഞ്ഞല്ലേ? അതെന്തിനു വേണ്ടിയാ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ കള്ളത്തരം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയതാണെന്നുള്ള കാര്യം എന്നോട് പറയാത്തതെന്ന് ചോദിക്കണം. ഒരു നിമിഷം സുധീഷ് ഞെട്ടിപ്പോയി. നിന്നോട് ഇത് ആരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു, സത്യമല്ലേന്ന് ചോദിക്കുവാണ്. അത് കേട്ടത് സുധീഷ് പറഞ്ഞു, എനിക്കറിയില്ല. അതെന്താ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത എന്ന് നിധി ചോദിച്ചു. എനിക്കറിയില്ല അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന്. നാട്ടുകാരും പിന്നെ ബന്ധുക്കാരും ഒക്കെ പലതും പറഞ്ഞെന്നിരിക്കും, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല. നാട്ടുകാർക്കൊക്കെ പറഞ്ഞു ചിരിക്കാനായിട്ട് ഒരു കാരണം അത്. പക്ഷെ അതിനകത്ത് എത്ര സത്യാവസ്ഥയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. നിധി പറഞ്ഞു, എന്തേലും ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി മേലാൽ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പറ്റില്ല. എനിക്ക് ജോലി വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ നിങ്ങൾ എന്തിനാ എന്നോട് കള്ളത്തരമൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞ് നിധിക്ക് വായി വന്ന ചീത്തയെല്ലാം നിധി പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനെന്തിനാ നിധിയോട് സത്യാവസ്ഥ പറയണേ? എൻ്റെ വീട്ടുകാരെക്കുറിച്ചും എന്നെക്കുറിച്ചും എല്ലാം നിധിയോട് എന്തിനാ സത്യം പറയണേ? അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ തമ്മിൽ എന്താ ബന്ധം ഇരിക്കണേ? അതിന് എൻ്റെ ഭാര്യയാണോ നിധി എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. നിധി ഒരു ഞെട്ടലോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. പിന്നീട് സുധീഷ് പറഞ്ഞു, നാഴികയ്ക്ക് 40 വട്ടം നിധി പറയും. ഇത് വെറുതെ ഒരു കല്യാണം ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. എപ്പോഴും നിധി അങ്ങ് എന്നെ കാണുമ്പോൾ അത് പറയില്ലേ? പിന്നെ അങ്ങനെയുള്ള നിധിക്ക് എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് എന്ത് അർഹതയുള്ളതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കൊള്ളാം, എൻ്റെ ഭാര്യ ആണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയാണോ? അല്ല, നമ്മൾ തമ്മിൽ അത്രയ്ക്ക് വലിയ പരിചയമുണ്ടോ, അടുപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വെറും 3-4 ദിവസത്തെ പരിചയം കൊണ്ട് ഒരു രാത്രി നിധി എന്നോടൊപ്പം ഇറങ്ങി വന്നു. അതിനുശേഷം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നിധി എൻ്റെ കഴുത്തിൽ താലിയാർത്തി. അങ്ങനെയല്ലേ? അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ എന്താ ബന്ധമുള്ളത്? അല്ലെങ്കിൽ കൊള്ളാം, നമ്മൾ തമ്മിൽ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധമാണെങ്കിൽ ഞാൻ നിധിയോട് കള്ളത്തരം പറഞ്ഞാൽ അതിനകത്ത് നിധിക്ക് ബുദ്ധിമുട്ട് തോന്നേണ്ടതുണ്ട്. കാരണം നിധി എൻ്റെ ഭാര്യയാണ്. അപ്പം ഞാൻ നിധിയെ വഞ്ചിച്ചു, എല്ലാം മറച്ചു വെച്ച് ഞാൻ നിധിയുടെ കഴുത്തിൽ താലിയാർത്തി. എൻ്റെ കുടുംബക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ ഈ എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചൊക്കെ മറച്ചു വെച്ചിട്ട് ഞാൻ കല്യാണം നടത്തി. പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലല്ലോ. നിധി ഇഷ്ടപ്പെട്ട് എന്നെ വിവാഹം കഴിച്ചൊന്നുമല്ലോ. നിധി ഒരു ചടങ്ങിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രം, നിധിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടി തന്നെ. അതും ഞാൻ എത്ര വട്ടം നിർബന്ധിച്ചതിന് ശേഷം മാത്രം. നിധി ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് സുധി കുറെ ടോർച്ചർ ചെയ്യണം നിധിയെ. ഒടുവിൽ നിധിക്ക് ദേഷ്യം വന്നു. നിധി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും കാണിക്കോ പറയോ എന്ത് വേണം ചെയ്തോ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്നോട് സത്യം പറയാൻ താല്പര്യമില്ല, വേണ്ട, പറയണ്ട. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് ജോലിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ കള്ളത്തരങ്ങളും കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്നു. നികേഷ് അന്വേഷിച്ച് വന്നായിരുന്നു. നികേഷ് വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഇപ്പോഴൊരു സമാധാനമായത്. അല്ല സുധീഷേട്ടൻ നിധി ചേച്ചനെ കണ്ട് എന്താ ഒന്നും വിളിച്ചു പറയാതിരുന്നേ? വീട്ടിലാണെ എല്ലാവരും ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. ആ സമയം സുധീഷ് ചോദിച്ചു, നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ? നിധി ചേച്ചിയെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ ടെൻഷൻ ഇരിക്കും അവിടെ. ഒരു കാര്യം ചെയ്യാം, ചേച്ചി എൻ്റെ കൂടെ വാ, നമുക്ക് പോകാമെന്ന് പറയണം. സുധീഷ് പറഞ്ഞു, ചെല്ല് എന്നൊക്കെ പറയണം. ഒടുവിൽ നിധിയെയും കൂട്ടിക്കൊണ്ട് നികേഷ് അങ്ങോട്ടേക്ക് പോയി. സുധീഷിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യണമെന്ന് കരുതിയിരുന്ന, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവളാണെങ്കിൽ അടുക്കുന്നുമില്ല.
അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. പക്ഷെ ഇപ്പം താൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നുണ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒന്നും അങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പം അവളിനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പോലും അറിയത്തില്ല. ആ ഒരു ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. ഇതേ സമയം സുഭാഷിന് നല്ല ടെൻഷനാണ്. ഇതുവരെയായിട്ട് നിധി വീട്ടിലേക്ക് വന്നിട്ടില്ല, എങ്ങനെയാ എന്താണെന്നും അറിയത്തില്ല. അപ്പോഴേക്കും ഹരീഷ് വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ്. എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ടാ, ഇനിയിപ്പം നിധി എങ്ങാനും വരാതിരിക്കുമോ? അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, മിക്കവാറും സുധീഷിന്റെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പത്തിനും അവൾ അവളുടെ പാട്ടിന് പോയി കാണും. അല്ല, ഇത്രയും വലിയ കള്ളത്തരം പറയുന്ന ഒരുത്തനോടൊപ്പം എങ്ങനെ ജീവിക്കാനാ? ഹരീഷിന് അറിയില്ലല്ലോ അവർ തമ്മിലുള്ള കല്യാണം എങ്ങനെയാ നടന്നതെന്നും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ സുഭാഷിനല്ലേ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഹരീഷ് ഓർക്കുന്നേ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചാന്നാ. പിന്നീട് സുഭാഷിനോട് പറഞ്ഞു, ചേട്ടനതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവന്റെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അവൾ ഇങ്ങോട്ട് തിരികെ വരുമെന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിക്കണ സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നേ. സുധീഷ് ബൈക്ക് കൊണ്ടുവന്ന് വെച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ സുഭാഷ്, എടാ നീ ഇതെങ്ങോട്ടേ ഓടിക്കയറി പോന്നേ? എടാ നിധി എന്തിയേ? നിധിയെ അന്വേഷിച്ച് നീ പോയതല്ലേ, നിധിയെ കാണുന്നില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും സുധീഷിന് നല്ല ദേഷ്യമായി. സുധീഷ് പറഞ്ഞു, അവള് വന്നില്ല എന്ന് പറയണം. വന്നില്ലാന്നോ? എന്തിയടാ അവള്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഇപ്പം എന്താ ചേട്ടൻ അറിയണ്ടേ? എല്ലാവർക്കും സമാധാനമായല്ലോ എൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞപ്പം. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, നിന്റെ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയാടാ. നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ? ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ നീ ഉള്ള കള്ളത്തരം മൊത്തം അവളോട് പറയുവോ? നീ എന്തിനാണ് അങ്ങനെ കള്ളത്തരങ്ങൾ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുത്തേ? അത് കേട്ടപ്പം ഭയങ്കര ദേഷ്യമായി സുധീഷിന്. സുധീഷ് വന്നിട്ട് ഹരീഷിനെ തല്ലാൻ തുടങ്ങണം. അപ്പോഴേക്കും ഇടയ്ക്കിലേക്ക് കയറി സുഭാഷ് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും കൂടെ. പിന്നീട് സുധീഷിനോട് ചോദിച്ചു, എന്താടാ നിധി എന്തിയേ? അപ്പോഴേക്കും പറഞ്ഞു, അവള് നികേഷിനോടൊപ്പം വരുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടാ എന്തിനാ നീ അവളോട് കള്ളത്തരമൊക്കെ പറയാൻ പോയത്? പാപം, അവൾ എന്നെ ചേട്ടാന്നാ ഇത്രയും നാളും വിളിച്ചത്. എനിക്ക് അവൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. കാരണം ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ പെൺകുട്ടിയല്ലടാ അവള്. അപ്പൊ പിന്നെ അവൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കാൻ പറ്റുന്നേ? സുധീഷ് പറഞ്ഞു, ഓഹോ, അപ്പം ചേട്ടന് അവള് പെങ്ങളല്ലേ? അപ്പൊ എൻ്റെ ആരാ അവള്? എൻ്റെ ജീവിതം തകരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്തിനാ സുഭാഷേനുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ? സുഭാഷേട്ട മേസ്ത്രിയാന്നൊക്കെ പറഞ്ഞേ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ അവൾ എന്നെ ചീത്ത പറഞ്ഞേ? സുഭാഷ് പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? അവൾ എന്നോട് പറഞ്ഞെന്താ? ഞാൻ വലിയ എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചിട്ടല്ല എന്നോട് പറഞ്ഞേ ഒരു ജോലി എങ്ങനെയും ശരിയാക്കി കൊടുക്കണമെന്ന്. എൻ്റെ പെങ്ങളായിട്ട് ഞാൻ അവളെ കരുതുമ്പോൾ എനിക്ക് അവളോട് ചതി ചെയ്യാൻ പറ്റില്ലടാ. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ കുടുംബത്തിൽ ഒരു പെണ്ണില്ലാന്ന് നിനക്കറിയാലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവളോട് തെറ്റ് ചെയ്യാൻ തോന്നില്ലടാന്ന് പറയണം. ഹരീഷ് പറഞ്ഞു, അല്ലെങ്കിലും സുഭാഷേട്ടൻ ഞങ്ങളൊക്കെ എന്തിനാ കള്ളത്തരം പറയണം? ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ദേ നീ ഇടപെടലെന്ന് പറയണം. ഹരീഷ് പറഞ്ഞു, ഇടപെടും, എന്തുകൊണ്ട് ഇടപെട്ടുകൂടാ? ഞാൻ വലിയ ഡിഗ്രി കഴിഞ്ഞാന്നും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടൻ ആർക്കിടെക്റ്റ് ആണെന്നൊക്കെ നീ എന്തിനാ കള്ളത്തരം പറഞ്ഞേ? അതിന്റെ ആവശ്യമുണ്ടോ? നിന്റെ കാര്യത്തിൽ നീ കള്ളത്തരം പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും അടിയായി. ഇടയ്ക്കിലേക്ക് സുഭാഷ് കയറി ഒന്ന് നിർത്താനൊക്കെ പറഞ്ഞ്. പക്ഷേ സുധീഷും ഹരീഷും വീണ്ടും അടി തുടങ്ങി. രണ്ടുപേരും കണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴടി ഉണ്ടാക്കും. കാരണം സുധീഷിന്റെ ഇതുപോലെ ഈ കള്ളത്തരങ്ങൾ പറച്ചിലൊന്നും ഒട്ടും ഹരീഷിന് അങ്ങോട്ട് പിടിക്കില്ല. ഹരീഷ് നേരെ പോകുന്നത് സ്വഭാവമാണ്. കള്ളത്തിനൊന്നും പറയാൻ പാടില്ല എന്നൊരു ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ എപ്പം നോക്കിയാലും അടി ഉണ്ടാക്കുന്നത്. ആ സമയം നിധിയെയും കൂട്ടിക്കൊണ്ട് നികേഷ് വീട്ടിലേക്ക് നടക്കണ സമയത്ത് നിധിയോട് ചോദിച്ചു, എന്താ ചേച്ചി സുധീഷേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുക. എനിക്കറിയാം വഴക്കുണ്ടാക്കിയെന്ന്. കാരണം എനിക്ക് മനസ്സിലായി. സുഭാഷേട്ടൻ മേസ്ത്രിയാന്നുള്ള സത്യങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞില്ലേ? സുധീഷേട്ടൻ അങ്ങനെയാ, ചില കള്ളത്തരങ്ങളൊക്കെ ചില സമയത്ത് പറയും. പക്ഷെ സുധീഷേട്ടൻ ആള് പാവാ, പക്ഷെ ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറയും. അതാ സുധീഷേട്ടൻ്റെ എൻ്റെ കുഴപ്പം. അത് കുഞ്ഞുനാളിലെ മുതൽ അങ്ങനെയാ. ചിലപ്പം മേശവലിപ്പിന്നൊക്കെ പൈസ എടുത്തിട്ട് ഞാൻ എടുത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷെ വേറെ ആർക്കും വലിയ ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധി പറഞ്ഞു, എന്നാലും നിന്റെ ചേട്ടൻ എന്നോട് ഇങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയതെന്നറിയാവോ? അവിടെ ചെന്ന് ഇപ്പം ഇൻ്റർവ്യൂ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ദിവസം കാണുമല്ലോ, അന്ന് ജോലി കിട്ടുമല്ലോ എന്നൊക്കെ സമാധാനിച്ചിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്തല്ലേ നിന്റെ സുധീഷ് ഏട്ടൻ പറഞ്ഞ മൊത്തം കള്ളത്തരമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. നികേഷ് പറഞ്ഞു, സാരമില്ല ചേച്ചി വിഷമിക്കാതിരിക്കുക. സുധീഷേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ആള് പാവാ. ഇപ്പം സുധീഷേട്ടനോട് ആരെങ്കിലും എന്തെങ്കിലും വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ സുധീഷേട്ടൻ നല്ല പൊക്കിയേ പറയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വീട് അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും ഒരിക്കലും സുധീഷേട്ടൻ പറയില്ല. സുധീഷേട്ടൻ അത് നാണക്കേടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല, ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞേക്കും. പക്ഷേ
ചേച്ചിനെ സുധീഷേണ് ഭയങ്കര കാര്യമാണ്, ചേച്ചി അന്ന് ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിധിക്ക് ഒട്ടും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിധിയോട് പറഞ്ഞു, പോട്ടെ ചേച്ചി, ജോലിയുടെ കാര്യമല്ലേ, അതെവിടെയായാലും കിട്ടും. സുഭാഷേണൊക്കെ നല്ല വിഷമമായിട്ടുണ്ട്. സുഭാഷേണ് അങ്ങനെ കള്ളത്തരമൊന്നും അങ്ങനെ പറയില്ല, അതുകൊണ്ടാണ് ചേച്ചിയോടുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, എനിക്ക് അതൊക്കെ മനസ്സിലായി നികേഷേ, പക്ഷേങ്കിൽ നിന്റെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊന്നും അല്ല സുധീഷിനെ കരുതിയെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. ഇതേ സമയം സുധീഷ് ഹരീഷും തമ്മിൽ വീണ്ടും വഴക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സുഭാഷ് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുവാണ്. അപ്പോഴേക്കാണ് നിധിയും നികേഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോൾ അവർ വന്നിപ്പോൾ നല്ല വഴക്കം നടക്കുവാണ്. ആ സമയത്ത് സുധീഷ് എന്ത് ചെയ്യുവാണ്, ഹരീഷിനെ അടിക്കാനായിട്ട് കൈയൊങ്ങി അടിക്കുവാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടി തുടങ്ങി. അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്കിലേക്ക് സുഭാഷ് കയറി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന്റെ കൈ നേരെ സുഭാഷിന്റെ കർണത്തേക്കാ കൊണ്ടേ. സുഭാഷിന്റെ കർണം തീർത്തൊരു അടി കിട്ടി. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ഇത് നിധിയും നികേഷും കണ്ടു. അവരിത് കണ്ടോണ്ട് അങ്ങോട്ട് വരുന്നേ. അവരൊരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. സുഭാഷ് ഒരു നിമിഷം കർണത്തിങ്ങനെ കൈവച്ചുകൊണ്ട് നിൽക്കുക. സുധീഷിന് വിശ്വസിക്കാൻ പോലും പറ്റില്ല താൻ തൻ്റെ ചേട്ടൻ്റെ കർണത്തടിച്ചെന്ന്. പെട്ടെന്ന് തന്നെ ഹരീഷ് സുധീഷിനോട് ചോദിച്ചു, നീ എന്താടാ കാണിച്ചേ, നീ എന്തിനാടാ ചേട്ടൻ്റെ കർണത്തടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനിട്ട് കുറേ തല്ല് കൊടുക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് ആ കൈയും കൂടെ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, നീ എല്ലാത്തിനും നീ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എനിക്കൊരു നല്ല ജീവിതം കിട്ടി, നിനക്ക് സഹിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയാണ്. പിന്നീട് സുധീഷ് ഹരീഷിനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ വാങ്ങുന്ന സമയത്ത് സുഭാഷ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തടയുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിധിയും നികേഷും കൂടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സുഭാഷ് ഇങ്ങനെ നോക്കിയിട്ടൊന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് നികേഷ് ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, എന്താ പറ്റിയത്, എന്തിനാ സുധീഷ് ചേട്ടൻ സുഭാഷ് ചേട്ടനെ തല്ലിയെന്ന് ചോദിക്കുക. അതൊന്നും ഇല്ലടാ, സത്യം പറ, എന്തിനാ തല്ലിയെന്ന് ചോദിക്കണം. അപ്പോഴേക്കും സുഭാഷ് വന്നിട്ട് നിധിയോട് ചോദിച്ചു, അല്ല നിധി, നീ ഇതെവിടെയായിരുന്നു, നിന്നെ കാണാതെ ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ, നീ ഇതെവിടെ പോയി ഇരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കണം. നിധി പറഞ്ഞു, അത് പിന്നെ സുഭാഷ് ചേട്ടാ, ഇനി ഇങ്ങനൊന്നും പോവരുത് കേട്ടോ, കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടെൻഷനായി പോയെന്നൊക്കെ പറയാണ്. നിധിക്ക് ഭയങ്കര വിഷമമായി. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് നിധിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഹരീഷ് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ സോറി കേട്ടോ എന്നൊക്കെ പറയണം. സുഭാഷ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് നികേഷ് പുറത്തേക്ക് ചെന്നു. സുഭാഷിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, എന്താ സംഭവിച്ചേ, എന്തിനാ സുധീഷ് ചേട്ടൻ സുഭാഷ് ചേട്ടനെ തല്ലിയെന്ന് ചോദിക്കുക. എടാ, അവനെന്നെ തല്ലിയത് അങ്ങനെയൊന്നുമല്ല, നിനക്കറിയാലോ, പതിവ് പോലെ തന്നെ സുധീഷും ഹരീഷും തമ്മിൽ വഴക്കുണ്ടായി. അവരെ തമ്മിൽ പിടിച്ചു മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചതാ. അങ്ങനെ ശ്രമിക്കുന്നതിനിടയ്ക്ക് അവൻ്റെ കൈ എൻ്റെ കവളത്ത് കൊണ്ടതാ. അതിപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. എടാ, അറിയാതെ ദേഹത്തൊക്കെ കൈ കൊള്ളൂ ഞാൻ നമ്മൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. അല്ല എടാ, നിധിക്ക് ദേഷ്യമുണ്ടോ നമ്മളോടൊക്കെ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു, നിധി ചേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, സുധീഷ് എന്നോട് വഴക്കുണ്ടാക്കി, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു. ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ പറയണം. നികേഷിനും സുഭാഷിനൊക്കെ നിധി എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. കാരണം സുഭാഷിന് ആ വീട്ടിൽ ഒരു പെങ്ങളില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ നികേഷിനും അതുപോലെ തന്നെയാണ് ഒരു ചേച്ചിയായിട്ടും ഒക്കെ ആയിട്ട് നിധിയെ കാണുന്നേ. അപ്പം നിധി ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല അവർക്ക്. ഈ സമയത്ത് സുധീഷ് പുറത്തിങ്ങനെ ഇരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധീഷിന് ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് വൃത്തികെട്ടവനാ താൻ തൻ്റെ ചേട്ടനെ അടിച്ചു, ഈ കൈയും കൊണ്ട് അടിച്ച്, എൻ്റെ ദൈവമേ എങ്ങനെ അടിക്കാൻ തോന്നി, അങ്ങനെയൊന്നും പ്രതീക്ഷയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൈ വെച്ച് സ്വന്തം കവിളിൽ തന്നെ അടിക്കുവാണ്. ആ സമയത്ത് അങ്ങോട്ട് വന്ന് നിധി ഇത് കണ്ടു. നിധിക്ക് മനസ്സിലായി സുധീഷിന് ഭയങ്കര വിഷമായി. കാരണം സുധീഷ് ഒട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമായിരുന്നില്ലത്. നിധി പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം. ഈ സുഭാഷ് നികേഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നിട്ട് സുഭാഷ് നികേഷിനെ കഴിക്കാനായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇത് കഴിക്കാനും പറഞ്ഞ് എടുത്തു കൊടുത്തു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, എനിക്ക് വേണ്ട ഏട്ടാന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാന്നേ, മീൻ വറുത്തുണ്ട്, നിനക്ക് മീൻ വറുത്ത ഭയങ്കര ഇഷ്ടമല്ലേ, ഇത് കൂട്ടി കഴിക്കുക, ഇല്ലെങ്കിൽ ഞാൻ വാരിത്തരാന്നൊക്കെ പറയണം. നികേഷിന് കണ്ണ് നിറഞ്ഞു വന്നു. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും സുഭാഷ് അതൊന്നും മനസ്സിൽ വെക്കാതെ തൻ്റെ അനുജന്മാരുടെ ആ സ്നേഹം അത് കാണുമ്പോൾ നമ്മുടെ പോലും കണ്ണ് നിറഞ്ഞു പോകും. പിന്നീട് നികേഷ് പറഞ്ഞു, വേണ്ട ഏട്ടാ എനിക്ക് കഴിക്കാൻ തോന്നില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത്, കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ സോറി ഇട്ടോ എന്ന് പറയണം. സോറിയോ, എന്നോട് എന്തിനാ സോറി പറയുന്നേ, അല്ല ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഞാനല്ലേ. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല, എനിക്ക് നിധിയോട് കള്ളത്തരം പറയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനുള്ള സത്യാവസ്ഥ പറഞ്ഞേ. നിധിയെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല, ആകെപ്പാടെ ഒരു ടെൻഷൻ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്, ഈ കുടുംബത്തിൻ്റെ കാര്യം ഓർത്തിട്ട്
നിധി ചേച്ചി വന്നു കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങളെല്ലാം മാറും. ഈ കുടുംബം നല്ലൊരു കുടുംബമായി തീരും. മറ്റുള്ള കുടുംബങ്ങൾ പോലെ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച. പക്ഷെ ഒരു കാര്യം ഇപ്പം മനസ്സിലായി, അങ്ങനെയൊന്നും ഒരിക്കലും ആവാൻ പോകുന്നില്ലെന്ന്. നിധി ചേച്ചി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളെ ഇട്ടിട്ട് പോവരുത്. കാരണം ചേച്ചിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആകെപ്പാടെ തകർന്നു പോകുന്നൊക്കെ പറഞ്ഞ് നികേഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുക. അതും പറഞ്ഞ് നികേഷ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷ് നിധിയോട് പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട, അവൻ ഈ വീട്ടിൽ ആര് വഴക്കുണ്ടാക്കുന്നൊന്നും ഇഷ്ടമില്ല. അതങ്ങനെ കാണുമ്പോൾ അവന് ഭയങ്കര സങ്കടം. ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിധി പറഞ്ഞു, എന്നാലും ഞാൻ കാരണം അതൊന്നും സാരില്ല നിധി, ഇതൊക്കെ സർവ്വസാധാരണമാണ് ഈ വീട്ടിൽ. സുധീഷും ഹരീഷും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. ഞാൻ എൻ്റെ ഇടയ്ക്കിലേക്ക് കയറും, അവരെ തമ്മിൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. ആ സമയത്തിൻ്റെ അവരുടെ കൈയൊക്കെ എന്നെ ദേഹത്ത് കൊള്ളും. അതത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്നൊക്കെ പറയണം. ഒടുവിൽ നിധി പറഞ്ഞു, ശരി ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുധീഷയുടെ കാര്യം ചോദിച്ചാൽ സുഭാഷയുടെ സത്യം പറയുമെന്ന് നിധി ചോദിച്ചു. എന്താ നിധി കാര്യം ചോദിക്കുക? അത് പിന്നെ ഉണ്ടല്ലോ, സുഭാഷേൻ്റെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയതാണോ അച്ഛനെന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് സുഭാഷ് നിധിയെ നോക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്ന നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.